ഒരു മാസത്തെ ഇടവേളയ്ക്ക് ശേഷം റോബിൻ ബസ് സർവീസ് പുനരാരംഭിച്ചു. പത്തനംതിട്ടയിൽ നിന്നും കോയമ്പത്തൂരിലേക്കാണ് ബസ് സർവീസ് നടത്തുന്നത്. സർവീസിനിടെ രണ്ടിടങ്ങളിൽ മോട്ടോർ വാഹന വകുപ്പ് ബസ് തടഞ്ഞു പരിശോധിച്ചു. ഉദ്യോഗസ്ഥർ യാത്ര തടസ്സപ്പെടുത്താൻ ശ്രമിക്കുകയാണെന്ന് നടത്തിപ്പുകാരൻ റോബിൻ ഗിരീഷ് ആരോപിച്ചു. പുലർച്ചെ 5-ന് പത്തനംതിട്ട മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ നിന്നും റോബിൻ ബസ് പുറപ്പെട്ടു. 2 കിലോമീറ്റർ പിന്നിട്ടപ്പോഴേക്കും മൈലപ്രയിൽ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ ബസ് തടഞ്ഞു. വാഹനത്തിനകത്ത് കയറി ഉദ്യോഗസ്ഥർ യാത്രക്കാരുടെ പട്ടിക പരിശോധിച്ചു. നമ്മളവിടെ പോകുന്നു, എന്തെങ്കിലും സാധനം മേടിക്കാനുണ്ടെങ്കിൽ മേടിക്കുന്നു, അല്ലാതെ തിരിച്ചു വരുന്നു. ബസ് എവിടെ വരെ ഉണ്ടോ അവിടെ വരെ നമ്മളും പോകും. സർവീസ് മനഃപൂർവ്വം മുടക്കാനാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ശ്രമമെന്ന് ബസ് നടത്തിപ്പുകാരൻ റോബിൻ ഗിരീഷ് ആരോപിച്ചു. പാസഞ്ചേഴ്സ് ലിസ്റ്റ് മാത്രം അവർ പരിശോധിക്കുന്നു എന്നാണ് പറയുന്നത്. അത് ആണെങ്കിൽ നമുക്ക് എന്താ കുഴപ്പം? അതിന് 5-8 പേര് വണ്ടിക്കകത്ത് കയറേണ്ട കാര്യമൊന്നുമില്ലല്ലോ. 4 പേര് വേണോ ഇത് വായിക്കാൻ? അതോ വായിക്കാൻ അറിയാൻ മേലായിയാണോ? കഴിഞ്ഞ തവണ കോടതി ഓർഡർ കാണിച്ചപ്പം ഞങ്ങൾക്ക് ഇത് വായിക്കാൻ മനസ്സിലാകുന്നില്ലെന്നാ പറഞ്ഞത്. 41 യാത്രക്കാരുമായാണ് ബസ് പത്തനംതിട്ടയിൽ നിന്നും പുറപ്പെട്ടത്. മൈലപ്രയ്ക്ക് പുറമെ മൂവാറ്റുപുഴയിലും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ റോബിൻ ബസ് പരിശോധിച്ചു. 82,000 രൂപ പിഴ അടച്ച ശേഷമായിരുന്നു ബസ് കഴിഞ്ഞ ദിവസം നടത്തിപ്പുകാരന് മോട്ടോർ വാഹന വകുപ്പ് വിട്ടുകൊടുത്തത്. പിഴ അടച്ചാൽ ബസ് വിട്ടുകൊടുക്കണമെന്ന് പത്തനംതിട്ട ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടിരുന്നു. റിപ്പോർട്ടർ, പത്തനംതിട്ട. വാളയാറിലും റോബിൻ ബസ് തടഞ്ഞ MVDയുടെ പരിശോധന. യാത്രക്കാരുടെ ലിസ്റ്റ് പരിശോധിച്ച ശേഷം ബസ് വിട്ടയച്ചു. നേരത്തെ മൂവാറ്റുപുഴയിലും മൈലപ്രയിലും ബസ്സിൽ മോട്ടോർ വാഹന വകുപ്പ് പരിശോധന നടത്തിയതിന് പിന്നാലെയാണ് ഇത്. ഇക്ബാൽ വിവരങ്ങളുമായി. ഇക്ബാൽ, ഇപ്പോൾ വാളയാറിലും റോബിൻ ബസ് തടഞ്ഞ MVDയുടെ പരിശോധന നടന്നിരിക്കുന്നു. എത്ര നേരമെടുത്തുള്ള പരിശോധനയായിരുന്നു? സ്മൃതി, 12:30 മണിയോടുകൂടിയാണ് റോബിൻ ബസ് പാലക്കാട് വാളയാറിൽ വെച്ച് മോട്ടോർ വാഹന വകുപ്പ് തടഞ്ഞ് പരിശോധന നടത്തിയത്. സംസ്ഥാന അതിർത്തി പിന്നിടുന്നതിന് മുമ്പ് വാളയാർ ചെക്ക് പോസ്റ്റ്, ഔട്ട് ചെക്ക് പോസ്റ്റിൽ വെച്ചാണ് മോട്ടോർ വാഹന വകുപ്പ് ഇത്തരത്തിലൊരു പരിശോധന നടത്തിയത്. 3 ഉദ്യോഗസ്ഥർ ഈ ബസ്സിനകത്ത് കയറി യാത്രക്കാരുടെ പട്ടിക പരിശോധിക്കുകയായിരുന്നു. ഉടൻ തന്നെ ബസ് വിട്ടയക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നേരത്തെ ഈ ഒരു പരിശോധനയുമായി ബന്ധപ്പെട്ട് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചപ്പോൾ അവർ അറിയിച്ച ഒരു വിവരം എന്ന് പറയുന്നത് തങ്ങൾക്ക് ഒരു തരത്തിലുള്ള നിർദ്ദേശവും ലഭിച്ചിട്ടില്ല ഈ ബസ് പരിശോധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. സ്വാഭാവികമായിട്ടുള്ള സംസ്ഥാന അതിർത്തിയിൽ സ്വാഭാവികമായി നടക്കുന്ന പരിശോധനയുടെ ഭാഗമായി മാത്രമാണ് ഈ ബസ്സും തടഞ്ഞ് പരിശോധന നടത്തിയത് എന്നാണ്. ഏതായാലും യാത്രക്കാരുടെ പട്ടിക പരിശോധിച്ചതിന് ശേഷം ബസ് മോട്ടോർ വാഹന വകുപ്പ് വിട്ടയച്ചിട്ടുണ്ട്. ഇനി അല്പസമയത്തിനകം തന്നെ ബസ് കോയമ്പത്തൂരിലേക്ക് പുറപ്പെടും.